ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ അടുത്ത T20 പരമ്പരയ്ക്ക് വേണ്ടിയാണ്. ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത T20. 5 T20 ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കാൻ പോകുന്നത്. ജനുവരി 22-നാണ് ആദ്യ T20. ഇംഗ്ലണ്ടുമായിട്ട് കളിക്കാനുള്ള ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ മികച്ച കളിയാണ് സഞ്ജു കാഴ്ചവെച്ചത്. 2 സെഞ്ചുറി നേടിയ സഞ്ജു ഇംഗ്ലണ്ട് T20യിൽ ഉണ്ടാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. സഞ്ജു മാത്രമല്ല, തിലക് വർമ്മയും ഉണ്ടായിരിക്കും. ഈ 2 താരങ്ങളെ ഇനി T20യിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാറിന് റെസ്റ്റ് കൊടുക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഹാർദിക് പാണ്ഡ്യയ്ക്കും. ഇവർക്ക് പകരം യുവതാരങ്ങളെ ടീമിലേക്ക് എടുക്കും. ശുഭ്മാൻ ഗില്ല്, ജയ്സ്വാൾ, ഋതുരാജ്, റിയാൻ പരാഗ്, റിങ്കു സിംഗ് തുടങ്ങി ഒരുപാട് യുവതാരങ്ങൾ ടീമിലുണ്ടായിരിക്കും. നിലവിൽ ഇപ്പോൾ ഓപ്പണിംഗിലാണ് ഇന്ത്യൻ ടീമിന് പണിയായിരിക്കുന്നത്. ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, ഗില്ല്, സഞ്ജു ഈ 4 പേരും T20യിൽ ഉണ്ടായിരിക്കും. ആരെ ഓപ്പണിംഗിൽ കളിപ്പിക്കണമെന്നത് ചോദ്യചിഹ്നമായിരിക്കുകയാണ്. 3-ാം നമ്പറിൽ തിലക് വർമ്മ ഉറപ്പായിട്ടും കളിക്കും. അതുമാത്രമല്ല, ഋഷഭ് പന്തിനെയും ചിലപ്പോൾ T20യിലേക്ക് തിരിച്ചു വിളിച്ചേക്കും. അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ, ഇഷാൻ കിഷൻ തുടങ്ങിയ താരങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ T20യിൽ വന്നിരിക്കുന്നത്. സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സൂര്യകുമാർ ഇല്ലാത്തത് കൊണ്ട് സഞ്ജുവിനെ ക്യാപ്റ്റനാക്കാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. പാണ്ഡ്യയ്ക്കും സൂര്യയ്ക്കും റെസ്റ്റാണ്. സഞ്ജു ക്യാപ്റ്റനായാൽ അത് സഞ്ജുവിന് വലിയ നേട്ടം തന്നെയാണ്. കാരണം ഇംഗ്ലണ്ടുമായിട്ട് ഇന്ത്യ പരമ്പര നേടിയാൽ അത് സഞ്ജുവിനും ഗുണകരമാണ്. 5 T20 ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കാൻ പോകുന്നത്. നിലവിലെ അവസ്ഥ വെച്ച് ഇന്ത്യ തന്നെ പരമ്പര നേടുമെന്നത് ഉറപ്പാണ്. അത്രയ്ക്ക് മികച്ച ടീം ഇന്ത്യക്കുണ്ട്. സയ്യിദ് മുസ്താഖ് അലിയിൽ സഞ്ജു തകർത്തടിച്ചിരുന്നു. സഞ്ജു മാത്രമല്ല, തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും മികച്ച ബാറ്റിംഗ് ആണ് പുറത്തെടുത്തത്. ഇന്ത്യയുടെ ബാറ്റിംഗ് നിര സേഫാണ്. ബൗളിങ്ങിലും മികച്ച പ്രകടനങ്ങൾ താരങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ട് T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.